വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിന്റെ വലിയ കൃപയാൽ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു. ഓരോ ദിവസങ്ങളും നമ്മൾ എണ്ണി ചിലവഴിക്കണം. നമുക്ക് സമയത്തിൻ്റെ പോലും നമുക്ക് അതിൻ്റെ നമുക്ക് ഹിസാബ് കൊടുക്കണം, കണക്ക് കൊടുക്കണം, കണക്ക് ബോധിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൂടെ തന്നപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ വരവിലേക്ക് നമ്മൾ അടുത്തു. ഒരു ദിവസം കൂടെ നമുക്ക് സമയം അനുവദിച്ചു. ഇതൊക്കെ നമ്മൾ എത്രയും നേരത്തെ പോയാൽ അത്രയും നമുക്ക് കൂടുതൽ കർത്താവിനോട് കൂടെ അവിടെ ആയിരിക്കും. എന്നാൽ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് കൂടെയാണ്. കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇടയാവും, ഏറിയ പ്രതിഫലങ്ങൾക്ക് കാരണമാവും. ആ പ്രവർത്തനങ്ങളാണ് ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ സമയത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി, പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്നത് കർത്താവിൻ്റെ വരവിൻ്റെ ഏറ്റവും അടുത്തുള്ള സമയമായതുകൊണ്ട് ദുഷ്ടനായ പിശാചിനും അറിയാം അവനിനി അല്പകാലം ഉള്ളെന്ന്. അതുകൊണ്ട് പല നിലകളിലും അവനും തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് വിശുദ്ധന്മാരെ പരാജിതരാക്കുവാൻ, ഉത്സാഹമില്ലാത്തവരാക്കി തീർക്കുവാൻ അവനും കിണഞ്ഞ് പരിശ്രമിക്കും. അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയണം. നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. കർത്താവിന് മഹത്വം. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. കാരണം സമയങ്ങൾ നമുക്ക് അധികമില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പാവാവസ്ഥയും രക്ഷിക്കപ്പെട്ട ശേഷമുള്ള നമ്മുടെ പാവാവസ്ഥയെ കുറിച്ചായിരുന്നു. അപ്പോൾ എത്ര അനുരീതമല്ലേ? നിങ്ങളതൊക്കെ വചനം വായിച്ച് ധ്യാനിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നീതീകരണം എന്നുള്ള വിഷയമാണ്. നീതീകരണം. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ റോമർ 3:10 നിങ്ങൾക്കറിയാം, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു എന്ന് തിരുവെടുത്ത് പറയുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ നീതിയായി മാറണം. എങ്ങനെയാണ്? നമുക്ക് 1 കൊരിന്ത്യർ 1:30 വായിക്കുന്നുണ്ട്. അവിടുന്നാണ് നമ്മുടെ നീതിയും വിശുദ്ധിയും വീണ്ടെടുപ്പും. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ ഈ നീതീകരണം നമുക്ക് പ്രാപിക്കുന്നത് എങ്ങനെ? അതിനെക്കുറിച്ചും ആ നീതീകരണത്തിൻ്റെ ഫലമെന്ത് എന്നതിനെക്കുറിച്ച് അല്പമായിട്ട് ഇന്നത്തെ ഈ സമയം കൊണ്ട് നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരാൾ പോലും ഇല്ലാത്ത, നീതിമാൻ ആരുമില്ലാത്ത ഈ ലോകത്തിൽ നമ്മളെ നീതിമാന്മാരാക്കി തീർത്ത ദൈവത്തിന് നമ്മൾ എത്രമാത്രം സ്തുതിക്കണം. നമ്മൾ അതിനാധാരമായിട്ട് അതിൻ്റെ വാക്യം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? നോക്കണം, എത്ര ചലഞ്ചിങ് വേർഡാണല്ലേ. നീതീകരിക്കുന്നവൻ ദൈവം. അപ്പം ഒരു വ്യക്തിയെ നീതീകരിക്കുന്നത് ആരാ? ദൈവമാണ്. ഇത് കോടതി ഭാഷയാണ്, കോടതി ഭാഷ. അപ്പോൾ ദൈവം നീതീകരിച്ചാൽ, ദൈവം ഒരുവനെ കുറ്റമില്ലാത്തവനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, സുപ്രീം കോർട്ട് ഒരു പ്രാവശ്യം ഒരുത്തിനെ കുറ്റവിമുക്തനാക്കിയാൽ പിന്നെ അവനെ ആർക്കും അവൻ പാപിയാണ് അല്ലെങ്കിൽ ദോഷിയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വാക്യം യേശയ്യാ പ്രവചനത്തിൽ അതിൻ്റെ 50-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യം ഞാൻ അതോടെ ഒന്ന് വായിക്കാം. വളരെ നല്ല വാക്യമാണ്. എന്നെ നീതിയിരിക്കുന്നവൻ സമീപത്തുണ്ട്, എന്നോട് വാദിക്കുന്നവനാർ? നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം. എൻ്റെ പ്രതിയോഗിയാർ? അവനിങ്ങ് വരട്ടെ. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു, എന്നെ കുറ്റം വിധിക്കുന്നവനാർ? അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും, പുഴു അവരെ തിന്നുകളയും. എത്ര ശക്തമായ വാക്യങ്ങളാലേ, വചനമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ നീതീകരിക്കുന്നു. ദൈവം നീതീകരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൈവം നീതീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ കുറ്റവാളിയാണെന്ന് പറയുവാൻ ആർക്കും കഴിയില്ല. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അതാ വിഷയം. നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെടുകയല്ല, പിന്നെ കർത്താവായ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണമാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ റോമാലേഖനം 3-ാം അധ്യായം 24-ാം വാക്യം അവിടെ വായിക്കുന്നത്, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിത്രേ നീതീകരിക്കപ്പെടുന്നത്. നോക്കണം, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. ഈ നീതീകരണം സൗജന്യമാണ്. ഇത് എങ്ങനെയാണ്? ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം.
അപ്പം വീണ്ടെടുക്കപ്പെട്ടവർ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ, വീണ്ടും ജനിച്ചവർ, അവരെല്ലാവരും നീതിമാന്മാരാണെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന നീതീകരണം കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചതാണ്. അപ്പം നോക്കണം, അപ്പം നമുക്ക് ക്രിസ്തുവേശു നമ്മുടെ നീതിയാണ്. അവിടുത്തെ ക്രിസ്തുവേശുള്ള വിശ്വാസം നമുക്ക് നീതിയായി കണക്കിട്ടു. അപ്പോൾ നീതീകരിക്കപ്പെട്ടവരാൾ പിന്നെ പാപിയല്ല. കാരണം അവന് നീതിമാൻ എന്നുള്ള ഒരു വിധി ഉണ്ടായതായിട്ടാണ് റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. അതിന്റെ അവസാനത്തിലാണ് നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. അവിടെ മുഴുവൻ വായിക്കാം, വളരെ ശ്രദ്ധിക്കണേ. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെ അല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാപരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. നീതീകരണ വിധി, നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിധി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു കോർട്ട് ശബ്ദമാണ്, കോടതിയിൽ പറയുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഇവിടെ ഹൈക്കോർട്ടിൽ സുപ്രീം കോടതി ജഡ്ജി ഇവൻ നീതിമാൻ, ഇവന് കുറ്റമില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ആർക്കും അവനെ കുറ്റം വിധിക്കാൻ പറ്റുകയില്ല. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ദൈവം ഒരുവനെ കുറ്റവിമുക്തനാക്കി. ഏത് കാരണത്താലാണ്? കർത്താവായ യേശു ക്രിസ്തു പാപിയായ എൻ്റെ പാപത്തിന്റെ ശിക്ഷ വരിച്ച് ക്രൂശിൽ മരിച്ചതാണെന്ന് ഞാൻ വിശ്വസിച്ചതുകൊണ്ട് കർത്താവിന്റെ നീതി എൻ്റെ നീതിയായി ദൈവം കണക്കിടുന്നു. ആ വാക്യം നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതാ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്, ആരുടെ നീതി? ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നോക്കണം, എത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ ക്രൂശിൽ നടന്നത്. പാവമറിയാത്ത, പാവമില്ലാത്ത, പാപം ചെയ്യാത്ത കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. എന്തിനാണ്? അവന്റെ നീതി നമുക്ക് വേണ്ടി എണ്ണപ്പെടുവാൻ. എത്ര വിലപ്പെട്ട കാര്യമാണ്! ഇതൊരു ചെറിയ കാര്യമാണോ? ഇതല്ലേ സുവിശേഷം. ഈ സുവിശേഷം നമ്മൾ ഇന്ന് കേട്ടിട്ടത് വിശ്വസിച്ച് ഈ രക്ഷ പ്രാപിച്ചില്ല, നീതീകരിക്കപ്പെട്ടില്ല എങ്കിൽ പിന്നെ അവർ കുറ്റം വിധിക്കപ്പെടും, അവർ ശിക്ഷാവിധിക്ക് യോഗ്യരായിത്തീരും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ജനനവും ജീവിതവും മരണവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പ് റോമാലേഖനത്തിൽ തന്നെ വായിക്കുന്ന മറ്റൊരു അനുഗ്രഹീതമായ ഒരു വാക്യം, റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. അപ്പോൾ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നീതീകരണത്തിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് എന്ന് വചനം പറയുന്നത്. നോക്കണമേ, കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ നീതീകരണം പ്രാപ്യമാകുകയില്ലായിരുന്നു. ചിന്തിക്കുക, നീതിമാൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതി നമുക്ക് എണ്ണപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം അവനെ കാണുമ്പോൾ ഇവൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന ഈ ഭാഗ്യ പദവിയെ ഓർത്ത് നമ്മൾ എത്രമാത്രം സ്തുതിക്കണം ദൈവമക്കളെ. ഇത് സ്വർഗം പറയുന്ന കാര്യമാണ്, തിരുവചനം പറയുന്ന കാര്യമാണ്. അതിൽ നമ്മൾ സംശയിക്കണം. അതിന്റെ അർത്ഥം രക്ഷിക്കപ്പെട്ട ശേഷം തോന്നിവാസം ജീവിക്കാനാണോ? അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല പ്രിയമുള്ളവരെ. അവനൊരു പുതിയ ഹൃദയം കിട്ടി, പുതിയൊരു ആത്മാവിനെ കിട്ടി, പുതിയൊരു മനസ്സ് കിട്ടി. ദൈവത്തിൽ ക്രിസ്തുവിന്റെ മനസ്സാ. 1 കൊരിന്ത്യർ 2:16 നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർന്നാണ്. അങ്ങനെ കിട്ടിയിട്ട് പിന്നെയും തോന്നിവാസം ജീവിക്കാൻ ആരെങ്കിലും പറയുന്നെങ്കിൽ അവൻ വീണ്ടും ജനിച്ചില്ല. അവന്റെ വിശ്വാസം യാഥാർത്ഥ്യമല്ല. അതാ എന്റെ കാര്യം. യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരു ദൈവവചനത്തിന് ഒരിക്കലും ആ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയില്ല. അബദ്ധവശാൽ തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ ഉടനെ തന്നെ ദൈവത്തിന്റെ ആത്മാവ് ബോധ്യം വരുത്തും. ഉടനെ അവൻ അത് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നിരപ്പ് പ്രാപിക്കും. അപ്പോൾ ചിന്തിക്കുക, അപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു? നീതീകരണം ലഭിച്ചു. നമ്മൾ ഇന്ന് നീതിമാന്മാരാണ്. അപ്പോൾ നീതിമാൻ ഒരുത്തൻ പോലും ഇല്ലാത്ത ലോകത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ക്രിസ്തുവിൽ നമ്മൾ നീതീകരിക്കപ്പെട്ട് നീതിമാന്മാരായി തീർന്നു. നമ്മൾ വിശുദ്ധരായി തീർന്നു.
നമ്മൾ ദൈവ മക്കളായി തീർന്നു, ദൈവത്തിൻ്റെ ജനമായി തീർന്നു. എത്ര വലിയ ഭാഗ്യ പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നീതിമാന്മാരായി തീർന്ന അവസ്ഥയിൽ നീതീകരണത്തിൻ്റെ ഫലങ്ങൾ ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കാം. 6-7 കാര്യം ഓർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കതിനുള്ള സമയമുള്ളൂ. അപ്പോൾ ഒന്ന്, ഈ നീതീകരണത്താൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കണ്ടോ? നമ്മൾ ചിന്തിക്കണം, ഇന്ന് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവം തന്ന സമാധാനം നമ്മളിൽ വാഴുന്നില്ലേ? ദൈവത്തോട് നമുക്ക് സമാധാനമില്ലേ? യെശയ്യാവ് 48:22 വായിക്കുന്നുണ്ട്, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കാരണം ദൈവം അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു, അവനെ നീതീകരിച്ചു, അവനെ വിശുദ്ധീകരിച്ചു. എത്ര വലിയ ഭാഗ്യപദവിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഒന്നാമത്തെ കാര്യം, നീതീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച ഒന്നാമത്തെ കാര്യം, നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. രണ്ടാമത്തെ എന്ന് പറയാം, ദൈവത്തോട് നമുക്ക് ഇനി പ്രശ്നം അവസാനിച്ചു. ദൈവത്തോട് നമുക്കിനി ഒരു പ്രശ്നമില്ല, പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് ഏത് സമയത്ത് ഓടിച്ചെല്ലാം. ഞാൻ ചിന്തിക്കുക, പുതിയ നിയമ വിശ്വാസികളെ പോലെ ഇത്ര ഭാഗ്യവാന്മാരാരാ ഉള്ളേ? കാരണം നമുക്ക് ഏത് സമയത്തും കൃപാസനം അടുത്തില്ല, നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് പറയാം. എത്ര വലിയ ഒരു അനുഭവമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ദൈവമക്കളെ? ഒരു യഥാർത്ഥ വീണ്ടും ജനിച്ച ദൈവത്തിന് എപ്പോഴും ശ്വാസോച്ഛ്വാസം പോലെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവന് സന്തോഷം. രണ്ടാമത്തെ, ഈ നീതീകരണത്തിന്റെ ഫലമായിട്ട് നമുക്ക് ലഭിച്ചത് കൃപയിലേക്കുള്ള പ്രവേശനം. നമ്മൾ അതേ റോമർ 5:2, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. കണ്ടോ? പ്രവേശനം ലഭിച്ചു, കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു. ഇന്ന് നമ്മൾ കൃപയിലാണ്. പൗലോസ് പറയുന്നുണ്ട് 1 കൊരിന്ത്യർ 15:10, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ദൈവത്തിന് എന്നോടുള്ള കൃപ വ്യർത്ഥമായിട്ടില്ല. പ്രിയമുള്ളവരെ, നമുക്കിന്ന് ഈ കൃപയിൽ നിൽക്കുവാൻ കഴിയുന്നു. കൃപയിൽ നിന്നും വീണുപോകാതിരിക്കാൻ സൂക്ഷിക്കണം. കൃപ നഷ്ടമാക്കരുത്, കൃപ വ്യർത്ഥമാക്കരുത്. നമ്മൾ കൃപയിലേക്ക് പ്രവേശിച്ചു. നീതീകരണം നമ്മളെ കൃപയിലേക്ക് പ്രവേശിപ്പിച്ചു. നമുക്ക് ഏത് സമയത്തും ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ദൈവത്തിനടുത്തിയെല്ലാം, കൃപാസനത്തിനടുത്തിയെല്ലാം. ഇത് നാം കൃപയിലാണ് നാം നിൽക്കുന്നത്, കൃപയിലാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി ഏത് കാര്യത്തിലും. അതൊക്കെ എത്ര ഭാഗ്യ പദവിയാണ്. അപ്പോൾ നാം കൃപയിലേക്ക് പ്രവേശിച്ചു. മൂന്നാമത്തെ കാര്യം, അതേ ഇതിന് 5:2 B പാർട്ട് ഒന്നുകൂടെ വായിക്കാം. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശ. അപ്പോൾ നീതീകരണം ലഭിച്ചവർക്ക് എന്ത് ലഭിച്ചു? പ്രത്യാശ. എന്തിന്റെ? ദൈവ തേജസ്സിന്റെ. നമ്മൾ തേജസ്കരിക്കപ്പെടാൻ പോകുകയാണ്. വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ എന്ത് ചെയ്തു? തേജസ്കരിച്ചുകൊണ്ടിരിക്കുക. ഒരു രീതിയിൽ നമ്മളിൽ തേജസ്കരണം നമ്മുടെ ആത്മാവിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നടക്കുന്നുണ്ട്. അതിന്റെ പൂർണ്ണത കർത്താവിന്റെ വരവില്ല. നമ്മൾ 1 യോഹന്നാൻ 3:2 വായിക്കുന്നുണ്ട്, നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശ്യന്മാരായി തീരും. അതേ തേജസ്സുള്ളവരായി നമ്മൾ മാറും. എത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ആ തേജസ്സിനെ ധരിക്കാൻ പോകുകയാണ്. അത് നമ്മൾ ഫിലിപ്പിയർ ലേഖനം 3:21 വായിക്കുന്നുണ്ട്. നമ്മുടെ ഈ ബലഹീനമായ ശരീരം, ഞാനതൊന്ന് വായിക്കാം. കാരണം എല്ലാം കൂടെ മലയാളത്തിൽ പറഞ്ഞു പോകാനൊരു ബുദ്ധിയുള്ളതുകൊണ്ടാണ് ഞാൻ വായിക്കാം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. തന്റെ മഹത്വമുള്ള ശരീരം, തന്റെ തേജോമയമായ ശരീരം അതിനോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നോക്കണം,
അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ വിശുദ്ധിയിൽ വളരുന്നതനുസരിച്ച് തേജസ്സിൽ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നീതീകരണം ലഭിച്ചവർക്ക് എന്ത് ലഭിച്ചു? പൂർണ്ണ പ്രത്യാശ. നമ്മൾ ചിന്തിക്കുക, പൂർണ്ണ പ്രത്യാശ. നാലാമത്തെ കാര്യം, നമ്മൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ വിശുദ്ധന്മാർക്ക് നേരിടുന്ന കഷ്ടങ്ങളിൽ നമ്മൾ തളരുന്നില്ല, നിരാശരാകുന്നില്ല, പ്രശംസിക്കുക. നമ്മൾ അതേ റോമർ 5:4 നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഓ എത്ര വലിയ കാര്യ! കഷ്ടങ്ങളിൽ ആര് പ്രശംസിക്കും പ്രിയമുള്ളവരെ? കഷ്ടങ്ങളിൽ ആർക്ക് സന്തോഷിക്കാൻ പറ്റും? യഥാർത്ഥമായും വീണ്ടും ജനിച്ച ഒരു ദൈവത്തിന് മാത്രം. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനേക കഷ്ടങ്ങൾ കർത്താവ് പ്രതി ഉണ്ടാവും. അവിടെയെല്ലാം നമ്മൾ നിരാശരാകത്തില്ല. യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ദൈവത്തിന് കഷ്ടങ്ങളെ ഒഴിഞ്ഞു പോകത്തുമില്ല. ഞാൻ കഷ്ടങ്ങളായത് നന്നായെന്ന 119 സങ്കീർത്തനം 71 വാക്യം. നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ, ദൈവികമായ ചട്ടങ്ങളെ പഠിക്കുവാൻ നമ്മൾ കഷ്ടങ്ങളിലാകണം. കഷ്ടങ്ങൾ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം നമുക്ക് നിത്യ തേജസ് നമുക്ക് വരുത്തുക. 2 കൊരിന്ത്യർ 4:17 വാക്യം. ഇതൊക്കെ ഈ വാക്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പോയാൽ ഇവിടെയൊക്കെ നിൽക്കുമോ? ജീവജല നദി ഒഴുകയില്ലേ? ചിന്തിക്കണം ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ അടിമതറാറുണ്ടോ? ഇതെല്ലാം എനിക്ക് വേണ്ടി വരാനിരിക്കുന്ന ഈ റോമാലേഖനത്തിൽ തന്നെ 8:18 വായിക്കുന്നുണ്ട്. ഞാനത് വായിച്ചു. എത്ര അനുഗ്രഹിക്കേണ്ട വചനമാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അതൊക്കെ വിശുദ്ധന്മാർ ഒരിക്കലും കഷ്ടത്തെ കണ്ട് ഭയപ്പെടുന്നവരല്ല, കഷ്ടത്തിലും സന്തോഷിക്കുന്നവരാ, കഷ്ടം കണ്ട് പ്രശംസിക്കുന്നവരാ. കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിന്ന സഹിക്കാൻ യോഗ്യരായി എണ്ണിയെന്നാണ് അപ്പോസ്തലപ്രവൃത്തി 5:41 അപ്പോസ്തലന്മാർ പറയുന്നത്. കഷ്ടവും പരിഹാസവും നിന്ദയും ഇവയെല്ലാം ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഓരോ നമുക്കുള്ള ബോണസ് നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ് മാത്രം. നിത്യതയുടെ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിക്ക് കഷ്ടത്തെ അവർ പ്രശംസിക്കും. അവരൊരിക്കലും കഷ്ടത കണ്ടുകൊണ്ട് പിന്മാറുകയില്ല. ഓക്കെ, വീണ്ടും നീതീകരണത്തിലൂടെ നമുക്ക് ലഭിച്ചത് അതേ റോമാലേഖനം 5:10 ദൈവത്തോട് നിരപ്പ് ലഭിച്ചു. 5:10 ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. നാം പാപികളായിരുന്നപ്പോൾ ദൈവത്തോട് ശത്രുക്കളായിരുന്നു, എന്നാൽ ഇപ്പോൾ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. അയ്യോ, എത്ര വലിയ പദവിയാണ്! ഇന്ന് നമ്മൾ ദൈവമാകട്ടെ നമ്മൾ ദൈവത്തിന്റെ ഒരു ഭാഗമായി മാറി. എത്ര വലിയ പദവിയാ! യാതൊരു രീതിയിലും നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കുവാൻ നമ്മൾ ലജ്ജിക്കണ്ട, നാണിക്കണ്ട, ഭയപ്പെടണ്ട. നിരപ്പ് പ്രാപിച്ചു, പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു, സന്തോഷമാണ്, പരസ്പര സന്തോഷത്തിലാണ്. ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന അതേ സ്നേഹം നമ്മളോടുണ്ട്. നിരപ്പ് പ്രാപിച്ചു, ഒരു ശത്രുതയില്ല. എത്ര വലിയൊരു ബന്ധമാണ് ഇതൊക്കെ! നമ്മൾ ആത്മാവിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തുള്ളിച്ചാടാൻ തോന്നും, വളരെ സന്തോഷമുണ്ടാവും. അനുഭവിക്കണം ദൈവമക്കൾ. ആറാമത്തെ കാര്യം, കോപത്തിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിച്ചു. അതിന്റെ 9 വാക്യമാണ് റോമാലേഖനം 5:9. അവന്റെ രക്തത്താൽ നീതിരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. നോക്കണം, ഇനി നമ്മുടെ മേൽ ദൈവകോപത്തിന് യാതൊരു കാര്യവുമില്ല. ദൈവകോപം ഇല്ല, അത് മാറിപ്പോയി. നമ്മൾ കോപത്തിനും ക്രോധത്തിനും ശിക്ഷയ്ക്കും മാത്രം പാത്രഭൂതരായിരുന്നു. എന്നാൽ ദൈവം നമ്മളെ നീതിരിക്കപ്പെട്ടപ്പോൾ നമ്മുടെ മേലുണ്ടായിരുന്ന കോപമെല്ലാം മാറിപ്പോയി. ഇന്ന് നമ്മൾ ദൈവത്തിന് പ്രിയരാണ്, പ്രിയ മക്കൾ. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്! നമുക്ക് ദൈവമക്കൾ എന്നുള്ള പദവിയിൽ നിന്നും പ്രിയമക്കൾ എന്നുള്ള പ്രമോഷനിലേക്ക് ഓരോ ദിവസവും ദൈവഹിതത്തിൽ നിന്ന് ജീവിച്ചാൽ ആ പ്രിയമക്കൾ എന്നുള്ള പദവി നമുക്ക് സ്വായത്തമാക്കാം. ദൈവത്തിന് മക്കളുണ്ട്, കൊച്ചുമക്കളില്ല, പ്രിയമക്കളുണ്ട്. നമ്മൾ ദൈവത്തിന് പ്രിയമക്കളായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എത്ര വളരെ വിലപ്പെട്ട കാര്യമാണ്!
നീതീകരിക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്ക് പ്രിയമക്കളായി വളരുവാൻ നമ്മൾ ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദൈവത്തിന് അതിപ്രിയരായി തീരുവാനായിട്ട് നമുക്ക് കഴിയും. കർത്താവ് കാണിച്ച കാഴ്ചകളെ പിൻപറ്റുവാനുള്ള ഒരു ഉത്സാഹം നമുക്കുണ്ടായിരിക്കണം. നിങ്ങളൊരേ നമുക്ക് ലഭിച്ച നീതീകരണം ചെറുതാണോ? എത്ര വലിയൊരു കാര്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവിടെ നിർത്താം. നമുക്ക് ലഭിച്ചത് ഈ നീതീകരണത്തിലൂടെ ക്രിസ്തുവുമായിട്ടുള്ള അനുഗ്രഹീതമായൊരു കൂട്ടായ്മ ലഭിച്ചു. നമ്മൾ 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, 1 കൊരിന്ത്യർ 1:9, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. എങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക്. എല്ലാ ദിവസവും നമ്മൾ ഈ കൂട്ടായ്മയിൽ നടക്കണം. ആനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുപോലെ ഈ തലമുറയിൽ നാം കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഇതേ കാര്യം തന്നെ കൊളോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലും നമുക്ക് വായിക്കാൻ കഴിയും. അനുഗ്രഹിക്കപ്പെട്ട വാക്യമായുണ്ട്, അതുകൊണ്ടൊന്ന് വായിക്കാം. ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. കണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ കർത്താവായി കൈക്കൊണ്ടില്ലേ? ആ കൂട്ടായ്മയിൽ നമ്മൾ നടക്കണം. അതാണ് യഥാർത്ഥ ആത്മനിറവിൻ ജീവിതം. അതാണ് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത് നീതീകരണത്തിൻ്റെ 7 ഫലങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നീതീകരിക്കുന്നത് ദൈവമാണ്, മനുഷ്യനല്ല. അപ്പോൾ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടൊരു വ്യക്തിയെ ആർക്കും കുറ്റം ചുമത്താൻ പറ്റുകയില്ല. ഒന്നാമത്തെ കാര്യം. 2, ആ നീതീകരിക്കപ്പെട്ടവർ ഈ അനുഗ്രഹീതമായ 7 ഫലങ്ങൾ അവർക്ക് നീതീകരണത്തോട് ലഭിച്ചു. എന്തൊക്കെയാണ്? ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള പ്രശ്നം തീർന്നു. 2, കൃപയിലേക്ക് അവർ പ്രവേശിച്ചു. 3, ദൈവ തേജസ് ലഭിക്കും. അത് ഓരോ ദിവസവും തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായി അവനെ കാണുമ്പോൾ അവനെ പോലെ ആയിത്തീരുന്ന ആ വലിയ തേജസ്സിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പോവുകയാണ്. 4, കഷ്ടങ്ങളിൽ പോലും ഈ ലോക ജീവിതത്തിൽ നമ്മൾ പ്രശംസിക്കുന്നവരാ, സന്തോഷിക്കുന്നവരാ. 5, നമുക്ക് ദൈവത്തോട് നമുക്ക് നിരപ്പ് ലഭിച്ചു. ആർക്കും ഒരു രീതിയിലും നടക്കില്ലാത്തൊരു കാര്യം, ഏകമധ്യസ്ഥനായ ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് പിതാവുമായിട്ട് നിരപ്പ് ലഭിച്ച് ഇന്ന് ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ തീർന്നിരിക്കുക, പ്രിയരായി തീർന്നിരിക്കുക. എത്ര വലിയ കാര്യമാണ്. 6, നമ്മൾ കോപത്തിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിച്ചു. ഈ നീതീകരണത്തിലൂടെ നമ്മൾ കോപത്തിൻ്റെ മക്കളായിരുന്നു നമ്മൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളായി മാറി. 7-ാമത്തെ കാര്യം, നമുക്ക് ദൈവത്തോടുള്ള എപ്പോഴുമുള്ള ഒരു കൂട്ടായ്മയുണ്ട്. പുത്രനോട് കൂടെയുള്ള കൂട്ടായ്മയിൽ നമ്മൾ ആയിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളായി വളരുന്നു. നമ്മളെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണുന്ന അനുഭവം അത് നമുക്ക് പകരുവാൻ കഴിയും. അതാണ് ദൈവീകമായ പ്രബന്ധം. എത്ര വലിയ കാര്യമാണ് നീതീകരണം എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിച്ചേ. അടുത്തത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. കർത്താവ് നമ്മളേവരെയും സഹായിക്കട്ടെ. രക്ഷയുടെ വ്യത്യസ്ത അനുഭവങ്ങളിൽ നമ്മൾ ഇപ്പോൾ 3-ാമത്തെ കാര്യമാണ് പങ്കുവച്ചത്, നീതീകരണം. 4-ാമത്തെ കാര്യം ശുദ്ധീകരണം എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി കർത്താവിനോട് ചില പങ്കുവയ്ക്കാം. അല്ല, കർത്താവ് വന്നാൽ നമുക്ക് മധ്യാഴ്ചയിൽ കാണാം. ഏറിയ പ്രത്യാശ ഉള്ള ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ ശ്രദ്ധിക്കുന്നു. കർത്താവ് യുവജനങ്ങളാൽ നിങ്ങളിലേക്ക് ധാരാളം അനുഗ്രഹിക്കട്ടെ. എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നവരായിരിക്കാം. എല്ലാ മഹത്വവും കർത്താവിന്. ആമേൻ.